മോഹൻ ബഗാനെതിരെയുള്ള മത്സരം മാറ്റി നിർത്തിയാൽ TG പുരുഷോത്തമൻ്റെയും തോമസ് കോർസിൻ്റെയും കീഴിൽ ഡിഫൻസിൽ ഊന്നിയുള്ള പ്ലേയിങ് സ്റ്റൈലാണ് KBFC കാഴ്ചവെച്ചത്. സ്റ്റാറെ പോയതിനു ശേഷം പ്രതിരോധം മറന്നുള്ള ആക്രമണം ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മോഹൻ ബഗാനെതിരെയുള്ള മത്സരം സ്റ്റാറയുടെ ശൈലിയുടെ ആവർത്തനമായിട്ടാണ് തോന്നിയത്. ഹൈലൈൻ ഡിഫൻസ് കളിച്ച് തുടരെ ആക്രമിക്കുന്ന രീതിയാണ് സ്റ്റാറയുടെ കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കണ്ടത്. ഇതേ രീതിയിലാണ് മോഹൻ ബഗാനെതിരെ കളിച്ചത്. ഹൈലൈൻ ഡിഫൻസ് കളിച്ചപ്പോൾ ഡിഫൻസീവ് ലൈൻ പലതവണ ബ്രേക്ക് ആകുന്നതും കണ്ടു. ഒഡീഷയ്ക്കും ചെന്നൈക്കുമെതിരെയൊക്കെ കളിച്ചപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മോഹൻ ബഗാനെതിരെയും അങ്ങനെ കളിച്ചാൽ മതിയായിരുന്നു. കളിയിലുടനീളം ആക്രമിക്കാതെ ആദ്യ മിനിറ്റുകളിൽ തുടരെ ആക്രമിച്ച് ഗോൾ നേടി പിന്നീട് മിഡ് ബ്ലോക്ക് ഉണ്ടാക്കി ഡിഫെൻഡ് ചെയ്ത് കളിക്കാനായിരിക്കും പ്ലാൻ ചെയ്തത്. ആദ്യ ശ്രമങ്ങളിൽ 1 ഗോളായിരുന്നെങ്കിൽ ആ പ്ലാൻ ചിലപ്പോൾ സക്സസ് ആയേനെ. എന്നാൽ തുടരെ വഴങ്ങിയ 2 ഗോളുകൾ ടീമിൻ്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചു, പ്ലേ ഓഫ് പ്രതീക്ഷകളെയും.